ഒരിടത്ത് ദരിദ്രരായ മരം വെട്ടുകാരനും അയാളുടെ ഭാര്യയും ജീവിച്ചിരുന്നു. വളരെയധികം കഷ്ടപ്പെട്ടാണ് അവർ ഓരോ ദിവസവും തള്ളിനീക്കിയത്. ഒരു ദിവസം മരം മുറിക്കാനായി അയാൾ തൊട്ടടുത്തുള്ള വനത്തിലേക്ക് പോയി. മുറിക്കാൻ പറ്റിയ ഒരു മരം തിരയുകയായിരുന്നു അവൻ. അപ്പോഴാണ് ഒരു താറാക്കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടത്. എങ്ങനെയോ വനത്തിൽ അകപ്പെട്ടു പോയതായിരുന്നു. പാവം താറാക്കുഞ്ഞ്. നല്ല ഭംഗിയുള്ള താറാകുഞ്ഞ്. താറക്കുഞ്ഞുമായി വീട്ടിലേക്ക് പോയി. അയാളുടെ ഭാര്യയ്ക്ക് വളരെ സന്തോഷമായി. അവർ രണ്ടുപേരും അതിനെ വളർത്താൻ തീരുമാനിച്ചു. അവർക്ക് അതിനെ ജീവനായിരുന്നു. അവർ നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് സ്വന്തം കുഞ്ഞിനെ എന്നപോലെ അവരതിനെ നോക്കി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. നമ്മുടെ താറാകുഞ്ഞും വലുതായി. നിങ്ങൾ നമ്മുടെ താറാക്കുഞ്ഞിനെ കണ്ടോ? അവൾ ഇപ്പോൾ വളർന്നു വലുതായി. അവൾക്ക് ഭംഗിയുള്ള തൂവലുകൾ എല്ലാം വന്നു. നീ പറഞ്ഞത് വളരെ ശരിയാണ്. അവൾ വളർന്നു വലുതായി. ഇനി അവൾ മുട്ടകൾ ഇടാൻ തുടങ്ങും. അതെ അതെ. ഞാൻ ദിവസവും കാത്തിരിക്കും. അവൾ മുട്ടയിടുന്നതും നോക്കി. ദിവസവും രാവിലെ അവൾ താറാവ് മുട്ടയിട്ടോ എന്ന് നോക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൾ താറാവിന്റെ കൂട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ താറാവ് മുട്ട ഇട്ടിരിക്കുന്നു. മുട്ട കണ്ട് അവൾ അത്ഭുതപ്പെട്ടുപോയി. അവൾ വേഗം ഭർത്താവിനെ വിളിച്ച് ആ മുട്ട കാട്ടിക്കൊടുത്തു. ഇത് സ്വർണ്ണമുട്ടയാണ്. ഇത് വിറ്റാൽ നമുക്ക് ധാരാളം പണം ലഭിക്കും. അവർ രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമായി. അവർ നൃത്തം ചെയ്തു. മരം വെട്ടുകാരൻ ആ സ്വർണ്ണ മുട്ട വിപണിയിൽ കൊണ്ടുപോയി വിറ്റു. അയാൾക്ക് ധാരാളം പണം ലഭിച്ചു. അങ്ങനെ ദിവസേന താറാവ് ഓരോ സ്വർണ്ണ മുട്ടയിട്ടുകൊണ്ടിരുന്നു. മുട്ട വിറ്റ് കുടുംബം ധനികരായി മാറി. അവരുടെ ജീവിതം മെച്ചപ്പെട്ടു. അവർ വലിയ വീടുണ്ടാക്കി. ഭക്ഷണവും വസ്ത്രവും ധാരാളമായി വാങ്ങിച്ചു കൂട്ടി. ജീവിത സമൃദ്ധിയിൽ അവർ മതിമറന്നു. പണം കൂടുമ്പോൾ ചിലർക്ക് ആർത്തി കൂടും. ഇവിടെയും അതുതന്നെ സംഭവിച്ചു. ദിവസം ഓരോ മുട്ട കിട്ടുന്നതിനു പകരം എല്ലാ മുട്ടയും കൂടി ഒരുമിച്ച് കിട്ടിയാൽ എല്ലാം വിറ്റ് പെട്ടെന്ന് നമുക്ക് ധനികരാകാമല്ലോ. നീ പറയുന്നത് വളരെ ശരിയാണല്ലോ. എല്ലാ മുട്ടയും ഒരുമിച്ച് കൈക്കലാക്കുക, അതായി അവരുടെ ചിന്ത. അങ്ങനെ രണ്ടാളും കൂടി ഒരു പദ്ധതി തയ്യാറാക്കി. താറാവിന്റെ വേർ കീറി മുഴുവൻ മുട്ടയും പുറത്തെടുക്കുക. പിന്നെ താമസിച്ചില്ല. മരം വെട്ടുകാരൻ താറാവിനെ പിടിച്ച് ഒരു കത്തി എടുത്ത് അതിന്റെ വേർ കീറി. വേർ കീറിയതും ഭാര്യ വേഗം തന്നെ താറാവിന്റെ വേരിൽ നിന്നും സ്വർണ്ണ മുട്ട തിരയാൻ തുടങ്ങി. എന്നാൽ അതിനുള്ളിൽ ഒരു മുട്ട പോലും ഉണ്ടായിരുന്നില്ല. പാവം താറാവ് മരിക്കുകയും ചെയ്തു. അത്യാഗ്രഹികളായ ദമ്പതികൾക്ക് താറാവും കിട്ടിയിരുന്ന ഓരോ മുട്ടയും നഷ്ടപ്പെട്ടു. താമസിയാതെ അവർ പഴയ പോലെ ദാരിദ്ര്യത്തിൽ ആയി. കൂട്ടുകാരെ, നമുക്ക് ഇതിൽ ഒരു ഗുണപാഠമുണ്ട്. അത്യാഗ്രഹം ആപത്താണ്.